സാഹിറ, ഈ ചക്കയില്ലാത്ത സീസണിൽ ഒരു ചക്ക കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? കയ്യിൽ ഒരു ചക്കയുണ്ട്, അത് വെച്ച് ഞങ്ങൾ എന്നാക്കി ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? ബാ വരൂ. ചക്ക മുറിച്ച് വെട്ടി അടത്തി എടുത്തിട്ടുണ്ട്. ഈ ചക്ക നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ചക്ക ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് അരപ്പിന് ആവശ്യമായ തേങ്ങ, കാന്താരി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയും മിക്സിയിലിട്ട് ചെറുതായി ഒതുക്കിയെടുക്കാം. അരപ്പ് ചക്കയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്. എടുക്കുന്ന ചക്കയുടെ പകുതി അളവ് വെള്ളമേ ചേർക്കാവൂ. അരപ്പൊക്കെ നിരത്തിയിട്ട് നമുക്ക് പാത്രം അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ചക്കയിൽ ആവി കയറിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കണം. അങ്ങനെ ചക്ക നന്നായിട്ട് വേവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചക്ക വെള്ളമൊക്കെ പറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു മുളകരച്ചും കൂടെ ഉണ്ടാക്കിയാലോ? മുളകരച്ചതിന് വേണ്ടി ഞാൻ വറ്റൽമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയിട്ട് നന്നായി മൂപ്പിക്കാം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പുളിക്ക് വേണ്ടി വിനാഗിരിയും ചേർത്ത് മിക്സിയിലോ കല്ലിലോ നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ചക്കപ്പുഴുക്കും മുളകരച്ചത് റെഡിയായിട്ടുണ്ട്. കൂടുതൽ കുറച്ച് മീൻകറിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് ചട്ടായിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ?